റിപ്പബ്ലിക് ദിന പ്രസംഗം. മാന്യ സദസ്സിന് നമസ്കാരം. 1950 ജനുവരി 26-നാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത്. ഇതിൻ്റെ സ്മരണാർത്ഥമാണ് എല്ലാ വർഷവും ഈ ദിനം നാം റിപ്പബ്ലിക് ദിനമായി അഭിമാനപൂർവ്വം ആഘോഷിക്കുന്നത്. ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലകൊള്ളണമെന്ന ആശയമാണ് ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത്. ഡോക്ടർ BR അംബേദ്കറാണ് നമ്മുടെ മഹത്തായ ഭരണഘടനയുടെ ശില്പി. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയിൽ അധിഷ്ഠിതമാണ് നമ്മുടെ ഭരണഘടന. രാജ്യത്തിൻ്റെ വൈവിധ്യങ്ങളെയും ബഹുസ്വരതയെയും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്ന ആദർശം അത് അടിവരയിടുന്നു. ഏകോദര സഹോദരങ്ങളായി തുല്യതയോടെ ജീവിക്കാൻ ഭരണഘടന ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ വിദ്യാർത്ഥികളായ നാം നാളെയുടെ പൗരന്മാരാണ്. നമ്മിലൂടെയാണ് രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കപ്പെടുക. അതിനാൽ രാജ്യത്തിൻ്റെ പ്രയാണത്തിൽ ഭരണഘടനാ മൂല്യങ്ങൾക്കുള്ള പ്രാധാന്യം നാം ഉൾക്കൊള്ളണം. ഭരണഘടന മുൻനിർത്തി ജനാധിപത്യ മതേതര തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ട്. തുല്യതയ്ക്കായുള്ള അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതുമുണ്ട്. നീതി നിർവഹണം സുതാര്യമായി നടപ്പാക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണത്താൽ പിന്നോക്കമായി പോയ ജനവിഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് അവരുടെ അവകാശ സംരക്ഷണത്തിനുമായി നാം ഓരോരുത്തരും നിലകൊള്ളണം. വിവേചനങ്ങൾക്കതീതമായി ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നാം അണിനിരക്കണം. വൈവിധ്യങ്ങളെ ഉൾക്കൊണ്ട് ഇതര മനുഷ്യരോട് സ്നേഹത്തോടെ ഇടപെട്ടും സമാധാനപൂർണവുമായ സമൂഹത്തിനായി നാം ശബ്ദിക്കണം. രാജ്യഭാവി നമ്മിൽ നിക്ഷിപ്തമായതിനാൽ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ നമുക്കാകണം. സമ്പന്നമായ സംസ്കാരവും ചരിത്രവും ഇഴചേർന്നതാണ് ഇന്ത്യ. പൗരന്മാർ ഒത്തൊരുമിച്ചാൽ ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കാൻ രാജ്യത്തിനാകും. വിദ്യാഭ്യാസമാണ് പുരോഗതിയിലേക്കുള്ള താക്കോലെന്ന് മറക്കരുത്. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നാം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനോടൊപ്പം നല്ല വ്യക്തികളായി വളരാൻ കൂടി പ്രയത്നിക്കണം. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും തെറ്റിനെതിരെ ശബ്ദിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്താൻ ഭയക്കുകയോ മടിക്കുകയോ ചെയ്യേണ്ടതില്ല. സഹായം ആവശ്യമുള്ള മനുഷ്യരോട് കനിവോടെയും കരുതലോടെയും ഇടപെടാൻ സാധിക്കണം. അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വളർച്ച നമുക്ക് ഉറപ്പാക്കാം. രാജ്യഭാവി മനോഹരമാക്കുകയും അഭിമാനപൂർണ്ണമാകുവാൻ നമുക്ക് പ്രതിബദ്ധതയോടെ ചുവടുവയ്ക്കുകയും ചെയ്യാം. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്.